Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ജാമ്യം എടുക്കുമ്പോഴേ അറിയാം നോൺ വെജ് ആണെന്നല്ലേ. അതെ, നോൺ വെജാണ് ചെയ്യാൻ പോകുന്നത് ചിക്കനിൽ വെച്ചിട്ടാ. ഇന്ന് ചെയ്യാൻ പോകുന്ന ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫ്രൈയോ അങ്ങനെയൊന്നുമല്ല, ഗ്രില്ലാണ് ചെയ്യുന്നത്. ഗ്രില്ല് ഇപ്പോഴത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതായത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെല്ലാവരും കഴിക്കും അല്ലേ, അൽഫാമും എല്ലാം. പക്ഷേ ഇത് കുറേ പേര് പറയും ഇത് ഹെൽത്തിയാന്ന് പറയും, കുറേ പേര് പറയും ഇത് നോൺ ഹെൽത്തിയാന്ന് പറയും. പക്ഷേ ഇത് അൺഹെൽത്തി ആവുന്ന എപ്പോഴാണെന്നറിയാവോ? ഈ പറഞ്ഞ പോലെ അതിങ്ങനെ കരിച്ച് ഒക്കെ കഴിക്കുമ്പോഴാണ്. എന്നാൽ നമ്മളതിൻ്റെ പരുവത്തിന് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി തന്നെയാണ്. കാര്യം ഒരുപാട് എണ്ണയോ മസാലാസോ അങ്ങനെ ഒന്നും ചേരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഇപ്പോഴത്തെ ജനറേഷനല്ല, പഴയ ജനറേഷനായാലും ശരി, ഞങ്ങളുടെ സമയത്തുള്ള ജനറേഷനായാലും ശരി, ഇനി വരാൻ പോകുന്ന ജനറേഷനായാലും ശരി, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനമായി ഗ്രില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സ്ഥിരം നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് ചെയ്യാം. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. ഒരു ഇറ്റാലിയൻ ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ കിട്ടാൻ പോകുന്നത്. ഇതിന് പേര് അങ്ങനെയൊന്നും അറിയത്തില്ല. കാര്യം ഞാൻ പല കാര്യങ്ങൾ കേട്ടറിവും നമ്മൾ ചെയ്യുന്നതും കണ്ടിട്ട് നമ്മുടെ കുറേ ഇൻഗ്രീഡിയൻസും നമ്മുടെ കുറേ കൈവിരുതുകളും കൂടെ ചേർന്ന് വരുന്നതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ചിക്കൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഇൻസ്പയർഡ് ഫ്രം റോമൻ, ടസ്കൺ ഒക്കെ ആയിട്ട് കുറച്ച് ഇൻസ്പയർഡ്, അവിടുത്തെ റെസ്റ്റോറൻറ്റ്സുമായിട്ടൊക്കെ കുറച്ച് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് മസാല ഇല്ല. പിന്നെ ഈ നമ്മൾ ചേർക്കുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരച്ച് ചേർക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. വെരി പ്ലെയിൻ, അതായത് മസാല കുറച്ച് ചെയ്യുന്നതാണ് നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ഇനി എല്ലാ ടേസ്റ്റും നമുക്ക് അറിയുന്നതുകൊണ്ടാണ് പലതരം റെസിപ്പീസ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാണെന്നറിയാമോ? ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും മതി. പക്ഷേ വെളിച്ചെണ്ണ വേണ്ട. ഇനിയിപ്പോൾ റിഫൈൻഡ് ഓയിലും ഒലീവ് ഓയിലും ഇല്ലയെന്ന് വിചാരിച്ചോ, ബട്ടർ എടുക്കാൻ നോക്കുമല്ലോ, അത് മതി. പിന്നെ വേണ്ടിയത് ഒരു നാരങ്ങയുടെ നീര്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതാ വേണ്ടിയത്. പിന്നെ ഇറച്ചിയുടെ കൂടും ചിലപ്പോൾ കുറയും, അതനുസരിച്ച് വേണം പുളിയുടെ ചേർക്കാൻ. ഇത് നെക്സ്റ്റ് വേണ്ടിയത് നമ്മുടെ സാധാ ഉപയോഗിക്കുന്ന വൈറ്റ് വിനീഗറാണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ വൈൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി വേണ്ടിയത് റോസ്മേരിയ. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഇല്ലാത്ത വീടുകളിലില്ല. നമുക്കെല്ലാം മുടി പോവുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ നല്ല മുടി വളരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവും എന്നറിയാം. അപ്പോൾ അതൊന്ന്. പിന്നെ ഉള്ളത് ഒറിഗാനോ ആണ്. അതും എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. കാര്യം പിസ്സ മേടിക്കാത്ത എല്ലാവരും ഇല്ല, എല്ലാവരും മേടിക്കും. അപ്പോൾ അതിനകത്ത് സാഷേസ് കിട്ടാറുണ്ട്. അതിൽ കിട്ടുന്ന ഹെർബ്സ് ആയാലും മതി. ഇനി വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചത്. ഇതിന് ഒറിജിനലായിട്ട് അവർ ചേർക്കുന്നത് ഒരു സ്മോക്ഡ് പാപ്രിക്കയാണ്. പക്ഷേ ഇത് ഞാൻ എടുത്തിരിക്കുന്ന സാധാ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി സ്മോക്ഡ് പാപ്രിക്ക എന്ന് പറയുന്ന സാധനം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം പൊടിച്ചെടുക്കുന്ന സാധനമാണ് ആ പൊടി. അതായത് സ്മോക്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുട്ട് അതിനെ ഉണക്കി അതിൻ്റെ പരുവത്തിലാക്കി അതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തതിന് ശേഷം ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒരു പൊടിയാണ്. അപ്പോൾ അതിനൊരു സ്മോക്കി ഫ്ലേവറും കൂടെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി നമ്മുടെ കയ്യിലുണ്ട്. പാപ്രിക്കയ്ക്ക് എരിവില്ല, പക്ഷെ നമ്മുടെ മുളക് പൊടിക്ക് എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തത്. ഇനി ആ സ്മോക്കി ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മതി, ഈന്തുപ്പ് ചേർത്താൽ മതി. അതിനൊരു ചെറിയ സ്മോക്കി ഫ്ലേവർ ഉണ്ട്. ഇനി അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സ്മോക്ഡ് പാപ്രിക്ക തന്നെ മേടിക്കാനേ നിവൃത്തിയുള്ളൂ. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ്, പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, നാരങ്ങയുടെ ഓരോ കഷ്ണം മുറിച്ച് വെച്ചിരിക്കുക, വെജസ് ആണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അതല്ല വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷെ നാരങ്ങ നീര് ചേർക്കണം. ഇതെന്താണെന്നറിയോ? പെരി പെരിയുടെ പൊടിയാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇത് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ വീട്ടിൽ. അത് ഞാൻ പിന്നെ ഒരു ഇതിൽ പറഞ്ഞു തരാം. പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ. ഇങ്ങനത്തെ ഈ ഒരു വെളിയിലത്തുള്ള ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്നത് ബട്ടർ ചെയ്യുക, ബട്ടറും ഒലീവ് ഓയിലും. ഇനി ഇതിന് എളുപ്പ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ
ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യണം. വാങ്ങിച്ചേക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പീസാണ്. ഇനി ബ്രസ്റ്റ് പീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ എന്താ പറയുക, ഏറ്റവും രുചിയുള്ളത് തൊടഭാഗമാണ്. തൊടഭാഗത്തിൻ്റെ എല്ല് കഷ്ണം മാറ്റി വെച്ച് ബാക്കി പീസസ് എടുക്കുവാണെങ്കിൽ, എല്ല് മാറ്റി വെച്ച് കഷ്ണം മാത്രം എടുക്കുവാണെങ്കിൽ ഏറ്റവും സ്വാദുള്ള ഇറച്ചി എന്ന് പറയുന്ന ആ തൊടഭാഗം. അപ്പോൾ തൈ ഭാഗം വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ ഓപ്ഷൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫസ്റ്റ് നമുക്ക് പറഞ്ഞ കാര്യം മാരിനേഷൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഒലീവ് ഓയിൽ, അത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ്. ഇനി എന്നാന്ന് വെച്ചാൽ വിനീഗർ ഇങ്ങനെ അങ്ങ് ഒഴിക്കാൻ ഒക്കുകയില്ല, സ്പൂൺ ഇട്ട് തന്നെ ഒഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗറാ ഇച്ചിരി പുളി കൂടിപ്പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതായത് നമ്മൾ വിനീഗറിന് അടപ്പില്ലേ, അതിനൊരു 1/4 ഭാഗം. പിന്നെ കുറച്ച് റോസ്മേരി, അതായത് ഏകദേശം 1 ടീസ്പൂണോളവും വരും. നമുക്ക് കോഴി കഷ്ണങ്ങൾ എത്രയുണ്ടോ അതനുസരിച്ച് വേണം ഇതിൻ്റെ ഹേർബ്സൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ, എരിവ് അനുസരിച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ഞാൻ ഇച്ചിരി ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാ, അല്ലെന്നുണ്ടെങ്കിൽ പാപ്രിക്ക ആവാം. പിന്നെ ബട്ടറിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. അന്നേരം ഇച്ചിരി ഉപ്പ്, അൺസോൾട്ടഡ് ആണെങ്കിൽ ഇച്ചിരി ഇടാം, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒരു ഇച്ചിരി കുറച്ചിട്ടോളൂ ഉപ്പ്. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടി. ഇതിനകത്ത് ഏകദേശം 1 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി തന്നെ ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ സാധാ ബട്ടറിന് പകരം ഗാർലിക് ബട്ടർ കിട്ടും, അത് ചേർത്തിട്ട് നമ്മൾ ചിക്കൻ വറുത്താലും മതി. ഇനി ഒരു കാര്യം കൂടെ, ചിക്കൻ ഹോൾ ചിക്കൻ, അതായത് മുറിക്കാത്ത നമ്മൾ ഹോൾ ചിക്കൻ വിത്ത് സ്കിന്ന് മേടിക്കുവാണെങ്കിൽ ഫുൾ ഹോൾ ചിക്കനായിട്ട് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഓവണിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനൊരു വേറെ ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യരുത്, പക്ഷെ കുറച്ച് ഹെൽത്തിയാണ്. ഇനി സ്മോക്ഡ് പാപ്രിക്ക അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെരി പെരി മേടിച്ചത്. അപ്പോൾ ഒരു ഇച്ചിരി പെരി പെരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഒരുപാടല്ല, കുറച്ച്. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ ഈ ചേർത്തേക്കുന്ന അരപ്പ് ഇത്രയും ചിക്കന് പോരാന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഇതെല്ലാം ഒന്നുകൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ആക്ച്വലി നമ്മളിതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ദിവസം മുന്നേ, അതായത് ഫ്രിഡ്ജിനകത്ത് ഓവർനൈറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ചിക്കനകത്ത് ഇതെല്ലാം പിടിക്കാനായിട്ട് നല്ലോണം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചു നേരം ഇവിടെ മാരിനേറ്റ് ചെയ്ത് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു കാര്യമുണ്ട്, എനിക്ക് എന്തായാലും ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത മസാല വറക്കുമ്പോഴത്തേന് അങ്ങ് തീരും. പക്ഷെ അപ്പം എന്നാ ചെയ്യും, എനിക്ക് സോസ് ഒന്നും കിട്ടുകയില്ല. അപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഞാനൊന്ന് ഈ സെയിം സാധനങ്ങൾ വെച്ച് ഒരു സോസ് ഉണ്ടാക്കി എടുക്കുവാണേ. സെയിം
ഓക്കെ, ഇനി എന്നാ ചെയ്യുന്നത്, ഈ ചിക്കനേൽ അധികം ഒന്നും പിടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ അരപ്പ് പുരട്ടി ഉടനെ വറുത്ത് കഴിഞ്ഞാലൊന്നും ശരിയാവത്തില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ രണ്ടാമതൊന്ന് വേവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇച്ചിരി ബട്ടർ ഇടാൻ പോവുക. അതിൻ്റെ അകത്ത് ഒലീവ് ഓയിൽ ഉണ്ട്. പക്ഷെ എന്നാലും ബട്ടറിനകത്ത് നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്യുവാണെങ്കിലും പനീർ വറുക്കുവാന്നേലും ചിക്കൻ ഉണ്ടാക്കുവാന്നേലും ഈവൻ മട്ടൺ ഉണ്ടാക്കുവാന്നേലും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ഓരോ പീസും, അഥവാ നമ്മൾ ഇച്ചിരി പരട്ടുന്ന സമയത്ത് ഗ്രേവി, അതായത് ഞാനിപ്പോൾ രണ്ടാമതുണ്ടാക്കിയ സോസ് ഇതിനകത്തൊരു ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് സോസ് ഉണ്ടാക്കണ്ട. ആക്ച്വലി ഈ ചിക്കൻ ഭയങ്കര വേവണ്ട, ഭയങ്കര മൊരിയണ്ട, ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആകുമ്പോഴത്തേക്ക് ഒരുപാട് മൊരിക്കണ്ട, അൺഹെൽത്തി ആക്കി നമ്മൾ കഴിക്കുകയും വേണ്ട. അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം വേണം. ചേട്ടാ, ഞാൻ ഈ രണ്ട് ബാച്ചായിട്ട് വറുത്തെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരിക്ക മുരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മൊരിക്കുകയല്ല. ഇനിയിപ്പോൾ അഥവാ ഓവണിനകത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓവണിനകത്ത് വെച്ച് വേവിച്ച് ബേക്ക് ചെയ്തതിന് ശേഷം ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല മുരിഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ചിക്കൻ ഭയങ്കര ജ്യൂസി ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്താലും നമുക്ക് ജ്യൂസി ആക്കി എടുക്കണം അല്ലേ. അപ്പോൾ അതിന് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു. ബട്ടർ അങ്ങനെ ഉണ്ട്. എൻ്റെ കയ്യിൽ ആ പാത്രത്തിനകത്ത് ഒരു തുള്ളി പോലും മസാല ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേർത്തിരിക്കുന്ന മസാല എല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ജ്യൂസി ആയിട്ട് നമുക്ക് സാധനം വേണമല്ലോ, അതിനു വേണ്ടി മാത്രം, പിന്നെ ആ ചിക്കനകത്തോട്ട് ഇച്ചിരി എല്ലാം ഒന്ന് പിടിക്കണമല്ലോ, അതിനു വേണ്ടി മാത്രം ഞാൻ ഒരു ഇച്ചിരി സോസ് കൂടെ ചേർക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു ഇച്ചിരി കൂടെ ചേർക്കും. ഏതാ സോസ്. അല്ലാതെ ചിക്കനകത്ത് ഒരുപാട് എരിവ് വന്നു കഴിഞ്ഞാൽ അതൊരു എന്നാ പറയുക, അങ്ങനെ സാധാരണഗതിയിൽ ഫോറിൻ ഫുഡുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇനിതേ ഈ ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഈ ചിക്കനിൽ നിന്ന് ഊറുന്ന ഒരു വെള്ളമുണ്ട്, അത് ഇട്ട് വേണം ഇതിനകത്ത് വെന്ത് വരാൻ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ വറക്കുന്ന സമയത്ത് ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒട്ടുമിക്കതും ഊറും. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ലേ ബാക്കി ആ ചിക്കനകത്ത് നിന്ന് കുറച്ച് സ്റ്റോക്ക് എടുത്തേച്ച് ഈ ചിക്കനിലോട്ട് ഒഴിച്ച് ഞാൻ അതിൻ്റെ ചിക്കൻ വേവിക്കാനായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കും. ഇത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ടൂ ഡ്രൈ ആക്കി എടുക്കരുത്, കുറച്ച് ജ്യൂസി ആക്കി എടുത്താൽ ആ ചിക്കൻ ഒരുപാട് എന്താ പറയുക ഹാർഡ് ആവത്തില്ല. കുറച്ച് ജ്യൂസി ആയിട്ടും ആ ഫ്ലേവർ മുഴുവൻ ആ ചിക്കനകത്തോട്ട് എൻ്റർ ആയിട്ട് നല്ലൊരു ജ്യൂസി ഫ്ലേവർ കിട്ടും. ഇനി എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ അടുത്തത് ഇതിൻ്റെ കൂടെ ഇതിന് വേറെ പണിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് എന്നാന്ന് വെച്ചാൽ ആ ഒരു ഗ്രില്ലിംഗ് പ്രോസസ്സാണ് ഞാനിവിടെ വറുത്തെടുത്തത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ചിക്കൻ വെന്തോന്ന് ചോദിച്ചാൽ ചിക്കൻ വെന്തിട്ടില്ല, എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ജ്യൂസി ആവുകയും വേണം. അപ്പം എന്നാ ചെയ്യും, നമ്മൾ അടുപ്പിനകത്ത് വെക്കുവാന്നേൽ അതിൻ്റെ ജ്യൂസ് മുഴുവൻ അങ്ങ് പോവും, കുറച്ച് ഹാർഡായിരിക്കും. ഗ്രില്ലിനകത്ത് വെച്ചാൽ ഗ്രിൽ പാനിനകത്ത് വെച്ചാലും ഈ സെയിം സാധനം സംഭവിക്കുന്നത്. ഓവണിനകത്ത് വെച്ചാൽ പക്ഷെ അങ്ങനെയല്ല, ആ ജ്യൂസ് കംപ്ലീറ്റ് അതിനകത്ത് നിൽക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, ഡയറക്റ്റ് നമ്മളതൊന്ന് മൊരിച്ചെടുത്തിട്ട് തിരിച്ച് പാനിലേക്ക് ഇട്ട് ഇനി ബാക്കി ചിക്കനിൽ നിന്ന് ഊറാനുള്ള വെള്ളം വെച്ച് ഇത് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ജ്യൂസി പരുവായിട്ട് കിട്ടും. ഇപ്പം എന്നാ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ സ്റ്റോക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ചിക്കൻ ഒരു ബാക്കി
വേവിച്ചെടുക്കുക. സ്റ്റോക്കിനെയാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാനത് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യേണ്ട, ചുമ്മാ ഇതുകൊണ്ട് അങ്ങ് സെർവ് ചെയ്യരുത്. ഒന്നെങ്കിൽ നമുക്ക് ഷവർമ പോലെ സെർവ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഗാർലിക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ വെജസ് വെക്കുക, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വെക്കുക. ദാറ്റ്സ് എ ഹെൽത്തി മീൽ. ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൊതി ഉണ്ടാവും.